അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ പഠനത്തിനായി വിട്ടു നൽകാനായിരുന്നു MM ലോറൻസിന്റെ കുടുംബത്തിന്റെയും CPMന്റെയും തീരുമാനം. ഇന്ന് വൈകിട്ട് 4 മണിയോടെ മൃതദേഹം വിട്ടു നൽകാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്നത്. MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് മൃതദേഹം വിട്ടു നൽകരുത് എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. ഉച്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേട്ട ശേഷം ഹൈക്കോടതി MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് നിർദ്ദേശിച്ചത്. കേരളത്തിലെ അനാറ്റമി ആക്ട് പ്രകാരം അന്തിമ തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കളമശ്ശേരി ടൗൺ ഹാളിൽ വലിയ പ്രതിഷേധങ്ങളും സംഘർഷവും ഒക്കെ ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. കോടതിയിൽ ഏത് രീതിയിലായിരുന്നു വാദങ്ങൾ, ഈ സംഘർഷത്തിന് കാരണമായത് എന്താണ് എന്ന് അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ നിന്ന് വിശദീകരിക്കും. മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, ആദ്യം നമുക്ക് കോടതിയിൽ നിന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കാം. അനാറ്റമി ആക്ട് പ്രകാരം തീരുമാനമെടുക്കാനാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനാറ്റമി ആക്ട് പ്രകാരം നമുക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുമോ, അതോ ആശ ലോറൻസ് ആവശ്യപ്പെട്ടതുപോലെ മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകാം എന്ന ഒരു തീരുമാനമെടുക്കുമോ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, 4 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൈമാറുമെന്നായിരുന്നു ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഏറെ നാടകീയമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ ചില വ്യക്തിപരമായ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിൽ പോലും അത് ഏറ്റവും മൂർധന്യത്തിലെത്തിയത് ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യത്തിലാണ്. 2 മണിയോടുകൂടി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അടിയന്തരമായി തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ വാദം കേൾക്കുമെന്ന് കോടതി അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 3 മണിയോടുകൂടിയാണ് ജസ്റ്റിസ് VG അരുണിൻ്റെ ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ രൂപത്തിൽ ഈ വിഷയം കേട്ടത്, ഹർജി പരിഗണിച്ചത്. എന്തായാലും പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഇവർ ഉന്നയിച്ചത്, MM ലോറൻസ് തൻ്റെ ജീവിതകാലത്ത് പൂർണ്ണമായും ക്രൈസ്തവ മതാചാര പ്രകാരം ജീവിച്ച ഒരാളാണ്. കാര്യം, കല്യാണം കഴിച്ചത് തന്നെ ഒരു പള്ളിയിൽ വെച്ചാണ്, ചർച്ചിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം പിന്നീട് 3 മക്കളെയും മാമോദിസ മുക്കിയിരുന്നു. മാത്രമല്ല ഭാര്യയുടെ മരണാനന്തര ചടങ്ങുകൾ ഇവരുടെ വീടുള്ള കത്രിക്കടവിലെ ഒരു ചർച്ചിലാണ്. അവിടെ മതാചാര പ്രകാരമുള്ള ഈ ചടങ്ങുകൾക്ക് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് 2 മക്കളും ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവർ പ്രധാനമായും കോടതിയിൽ അറിയിച്ചത്. എന്തായാലും കോടതി ഏതെങ്കിലും തരത്തിൽ എഴുതിയ ഒരു രേഖ, ഒരു റിട്ടൺ വിൽപത്രം ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അത്തരത്തിലൊന്നില്ല എന്ന് ഇവർ പറയുകയും ചെയ്തു. അപ്പോഴാണ് 2 മക്കളും തങ്ങളെന്തായാലും ഈ മൃതദേഹം വിട്ടു നൽകാൻ ബന്ധപ്പെട്ട കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ആളുകൾക്ക് തങ്ങളുടെ ഒരു സമ്മതപത്രം, അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവരും കോടതിയെ അറിയിച്ചു. 2 മക്കൾ ഇത് നൽകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അതിൻ്റെ അഫിഡവിറ്റ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് കോടതി ചോദിച്ചത്, ഈ എഴുതപ്പെട്ട ഒരു രേഖയില്ലാതെ പിന്നെ ഇതെങ്ങനെ സാധ്യമാകും? അപ്പോഴാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേരള അനാറ്റമി ആക്ട് പ്രകാരം അത് മതിയാകും, 2 2-ലധികമോ ആളുകൾക്ക് ഇത് സംബന്ധിച്ചൊരു രേഖ ഓറലി പറഞ്ഞാൽ, വാക്കാൽ പറഞ്ഞാൽ തന്നെ മതിയാകും, അതിന് ഒരു സഫീഷ്യൻ്റ് ആയ റിട്ടൺ ഡോക്യുമെൻ്റ് വേണമെന്നില്ല. ഈ നിയമത്തിൽ കേരള അനാറ്റമി ആക്ടിലെ സെക്ഷൻ 1(4)A പ്രകാരം അത് വേണ്ടതില്ല എന്നുള്ളൊരു കാര്യം അവർ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. ഇത് കണക്കിലെടുത്താണ് കോടതി പിന്നീട് പറഞ്ഞത്, അങ്ങനെ അത് ഈ നിയമപ്രകാരം കേരള അനാറ്റമി ആക്ട് പ്രകാരം ഇത് മതിയാകും. പക്ഷേ ഇങ്ങനെ ഒരു എതിർപ്പുമായി ഒരു മകൾ വന്നൊരു സാഹചര്യത്തിൽ അതുകൂടി പരിഗണിച്ച് വേണം ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ. എന്തായാലും അതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനും കോടതിയിൽ ഇത്തരത്തിൽ ഈ കോടതി ജസ്റ്റിസ് VG അരുണിൻ്റെ ബെഞ്ച് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്തായാലും അത് പരിഗണിച്ചാണ് പിന്നീട് ഈ അതിനുശേഷം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉൾപ്പെടെ ഈ കോടതി വിധി അംഗീകരിക്കുന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിനുശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ആംബുലൻസും ഡോക്ടർമാരും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ അവിടെ ഏറെ നേരം ഇത് കൊണ്ടുപോകാനായി സജ്ജീകരിച്ച വാഹനവുമായി ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വിഷയത്തിൽ പിന്നീട് ഈ ആശ ലോറൻസ് ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിനരികെ ഈ ഫ്രീസറിൽ കിടത്തിയിരുന്ന മൃതദേഹത്തിനരികെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഒരു നാടകീയ രംഗം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ
ആശാ ലോറൻസിൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു, ഏതാനും ബന്ധുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഈ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് ഇത് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ പാർട്ടി പ്രവർത്തകരും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികൾ ഉണ്ടായി. സ്വാഭാവികമായും അതൊരു കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നീട് ഈ ആശാ ലോറൻസിൻ്റെ മകനെ കയ്യേറ്റം ചെയ്യുന്ന രൂപത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. പക്ഷേ പോലീസ് ഇടപെട്ട് ഈ രംഗം ശാന്തമാക്കുകയും നേതാക്കളും തന്നെ സമയോചിതമായി ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെ മറ്റൊരു ക്ലാഷിലേക്ക്, പ്രത്യേകിച്ച് മുതിർന്ന CPM നേതാവ് പക്ഷേ തൻ്റെ അന്ത്യയാത്ര ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല, ആ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ നേതാക്കളും ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ഈ മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? ദിവ്യ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സമയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ അപ്പോൾ പോലും ആ ഉത്തരവ് ഞാനൊന്ന് വായിക്കാം. The submission of the learned state attorney that after taking possession of the body it will be preserved for some time എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാനും ചില സമയത്തേക്ക് മാത്രം അത് കസ്റ്റഡിയിൽ സൂക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ മൃതദേഹം സൂക്ഷിച്ചതിന് ശേഷം അതിൻ്റെ പൊസഷൻ ഈ ആശുപത്രിയുടെ കൺസേൺഡ് ആയിട്ടുള്ള ഓതറൈസേഷൻ ഓഫീസർക്ക് എടുക്കാം. പക്ഷേ അപ്പോഴും ഇവരുടെ ഒരു ഒബ്ജക്ഷൻ അവിടെയുണ്ട്, അതുകൂടി പരിഗണിച്ച് വേണം എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനർത്ഥം ഈ കേരള അനാട്ടമി ആക്ട് പ്രകാരം ഇത് ഈ രൂപത്തിൽ രണ്ട് മക്കൾ അഫിഡവിറ്റ് നൽകിയ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല അവരും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരോടുമൊക്കെ ഈ കാര്യം ML ലോറൻസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു സാധുത അവിടെയുണ്ട്, ഇത് വാലിഡാണ്. അതായത് അനാട്ടമി ആക്ട് പ്രകാരം ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഇനി പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനൊരു ഒബ്ജക്ഷൻ ഉള്ളൊരു സാഹചര്യത്തിൽ, ഒരു മകളാണല്ലോ, ആ ഒബ്ജക്ഷൻ ഉള്ളൊരു സാഹചര്യത്തിൽ എന്തായാലും അതുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീർപ്പുണ്ടാവുക. ഇനിയിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഓഫീസർ ഈ ഒരു തീരുമാനം പരിശോധിക്കുമ്പോൾ ആശാ ലോറൻസ് അതേ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ തീരുമാനം വൈകാനുമിടയുണ്ടല്ലേ? തീർച്ചയായും അത് ദിവ്യ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിലും ഈ മെഡിക്കൽ ഓഫീസർക്ക് മുമ്പിൽ അല്ലെങ്കിൽ കളമശ്ശേരി ഓഫീസിലെ പ്രിൻസിപ്പൽക്ക് മുമ്പിലുള്ള ഉപാധി എന്ന് പറയുന്നത് അനാട്ടമി ആക്ട് പരിശോധിക്കുന്നു. ഓൾറെഡി പരിശോധിച്ച് കഴിഞ്ഞതാണ്. ആ പരിശോധിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ യെസ് അല്ലെങ്കിൽ നോ ഈ രണ്ട് ഉത്തരമായിരിക്കും ഉണ്ടാവുക. ഈ യെസ് പ്രകാരം, അതായത് ഇത് ഞങ്ങൾ എടുക്കുകയാണ്, അനാട്ടമി ആക്ട് പ്രകാരം ഇതിന് സാധുതയുണ്ട് എന്ന് പറഞ്ഞ് പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കും. സ്വാഭാവികം ഈ അനാട്ടമി ആക്ടിലെ കാര്യം അവർ പറയും. അതിന് ഒരു പക്ഷേ ഇവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല. അവർ സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും ഈ വിഷയം ഒരു പക്ഷേ കോടതിയുടെ മുമ്പിൽ വരും. അങ്ങനെ ഈ തീരുമാനം വീണ്ടും വൈകിപ്പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ദിവ്യ, യെസ് മുസ്തഫ, ഇന്ന് ഈ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ പൊതുദർശനത്തിന് വെച്ചെടുത്ത് ഉണ്ടായപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു? തീർച്ചയായും ദിവ്യ, എല്ലാ നേതാക്കളും പ്രത്യേകിച്ച് LDFന്റെ കൺവീനർ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള M സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നേതാക്കളുടെ ഒരു സമയോചിതമായ ഇടപെടൽ, പ്രത്യേകിച്ച് നേരത്തെ ഈ വിഷയത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. കാര്യം മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ ആശാ ലോറൻസിൻ്റെ പിന്നിൽ സംഘപരിവാർ ബന്ധമുള്ള ചില ആളുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണിത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ മരിച്ചതിന് തൊട്ടടുത്ത ദിവസം ഇന്നലെ എഴുതിയ ഒരു കുറിപ്പിൽ ഇത് ചതിയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ആശാ ലോറൻസ് വന്നിരുന്നു. അപ്പോൾ തന്നെ ഈ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇത് അവരുടെ ഭാഷയേ അല്ല, അവരുടെ ശൈലിയേ അല്ല, ഇത് മറ്റാരോ ചെയ്യിക്കുന്നതാണ്. എന്തായാലും ഇതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്, സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകനാണ് ഇവർക്ക് വേണ്ടി ഹാജരാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല അവിടെ ഒരു സംഘർഷം ഉണ്ടായാൽ അത് വലിയ രൂപത്തിലേക്കുള്ള മറ്റു കുറച്ചുകൂടി ഇപ്പോൾ തന്നെ ഒരു നാടകീയ സംഭവങ്ങൾക്ക് വളരെ വേദനാജനകമായ രൂപത്തിലേക്കൊക്കെ പ്രത്യേകിച്ച് മുതിർന്ന ഒരു CPM നേതാവിന് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യയാത്രയിൽ ഉണ്ടാകുന്ന രൂപത്തിൽ വളരെ വേദനാജനകമായ സംഭവവികാസങ്ങൾ ഉണ്ടായിപ്പോയി. അത് മറ്റൊരു തലത്തിലേക്ക് പോകാതിരിക്കാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമയോചിതമായ ഈ മുതിർന്ന നേതാക്കളുടെയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെ ശാന്തരാക്കുന്നത്, പ്രത്യേകിച്ച് നേരത്തെ ഷൈജു ഒക്കെ അവിടെ നിന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഹാളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അനുശോചന യോഗം ഈ വേദിയിലേക്ക് മാറ്റി അവിടെ നേതാക്കളൊക്കെ ഇടപെട്ട് പെട്ടെന്ന് തന്നെ അനുശോചന യോഗത്തിലേക്ക് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയ അപ്പോൾ തന്നെ രംഗം ശാന്തമാക്കുകയും അവിടെ വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കി പെട്ടെന്ന് തന്നെ അനുശോചന യോഗത്തിലേക്ക് കടക്കാനും ഒക്കെ ഇക്കാര്യങ്ങൾ നേതാക്കളുടെ സമയോചിതമായ
ഇടപെടൽ കാരണമായി. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ ആ സമയത്തുള്ള ഈ ഇടപെടലും അവരുടെ സാന്നിധ്യവും ഒക്കെ കൊണ്ട് തന്നെയാണ് മറ്റൊരു രൂപത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു പൊതുസ്ഥലമാണ്, നോർത്ത് ടൗൺ ഹാളാണ്, അവിടെ ഏതെങ്കിലും തരത്തിൽ ഇവർ ആരോപിക്കുന്നത് പോലെ ഈ സംഘപരിവാർ ബന്ധമുള്ള ഒരു ഇതിനൊരു അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പിന്നീട് പോകാതിരിക്കാൻ കൂടി ഇവർ ജാഗ്രത കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായത് വലിയ രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഒരു എം ലോറൻസിൻ്റെ ഒരു അന്ത്യയാത്രയ്ക്ക് അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ സമയോചിതമായ ഇടപെടൽ മറ്റു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ കൂടി കാരണമായിട്ടുണ്ട്. ദിവ്യ. യെസ്, എന്തായാലും അപ്രതീക്ഷിതമായ നാടകീയ സംഭവങ്ങളാണ് ഇന്ന് പൊതുദർശനം നടക്കുന്നതിനിടെ അവിടെ ഉണ്ടായത്. ഹൈക്കോടതിയിൽ നിന്ന് ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ആവശ്യപ്പെട്ടത് പ്രകാരം മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പൊതുദർശനത്തിൽ വെച്ചെടുത്തുണ്ടാകുന്നത്. അതിന് പിന്നാലെ അത് വലിയ സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നതാണ് കണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ തീരുമാനം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഓഫീസറാണ് എടുക്കേണ്ടത്. അത് അനാട്ടമി ആക്ട് പ്രകാരം അത് പരിശോധിച്ചുകൊണ്ട് അതിലെ നിയമവശങ്ങളും എല്ലാ പ്രൊവിഷൻസും ഒക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും തീരുമാനമുണ്ടാവുക. അത് വളരെ വേഗത്തിൽ തന്നെ വേണം എന്നത് നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതേ ആവശ്യത്തിൽ തന്നെ, അതായത് മെഡിക്കൽ കോളേജിന് പഠനത്തിനായി മൃതദേഹം വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെ ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഉറച്ചു നിന്നാൽ അത് വീണ്ടും പ്രശ്നം രൂക്ഷമാക്കുമെന്നത് സംശയമില്ല. ഒരുപക്ഷെ വീണ്ടും കോടതി കയറിയേക്കാം ഈ വിഷയം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.